നമസ്കാരം, മാസ്റ്ററിംഗ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എല്ലാ ഭാഗത്തു നിന്നും ബേസിക്കായിട്ട് ചോദിച്ചിട്ടുള്ള കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ക്ലാസ്സുകളിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫുൾ ഫോം ഓഫ് CAD ഫുൾ ഫോം എന്താണ്? കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ, കമ്പ്യൂട്ടർ ഓട്ടോ ഡിസൈൻ, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡയഗ്രാം, കാൽക്കുലേറ്റർ എയ്ഡഡ് ഡിസൈൻ. ഏതാണ് CAD എന്ന് പറഞ്ഞാൽ? കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആണ് CAD ഫുൾ ഫോം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹു ഈസ് നോൺ ആസ് ഫസ്റ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ? ആരാണ് ആദ്യത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്നറിയപ്പെടുന്നത്? ചാൾസ് ബാബേജ് ആണോ, ലേഡി അഗസ്റ്റ ആഡം ലവ്ലേസ് ആണോ, സെയ്മർ ക്രേ ആണോ, വിൻഡൻ സർഫ് ആണോ? ആരാണ് ആദ്യത്തെ ഫസ്റ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്നറിയപ്പെടുന്നത്? ആരെയാണ്? ലേഡി അഗസ്റ്റ ആഡം ലവ്ലേസ്, അല്ലെങ്കിൽ ലേഡി ലവ്ലേസ് എന്ന് പഠിച്ചു വെച്ചാലും മതി, ആഡം ലവ്ലേസ് എന്ന് പഠിച്ചു വെച്ചാലും മതി. ലേഡി അഗസ്റ്റ ആഡം ലവ്ലേസ് ആണ് ആദ്യത്തെ ഫസ്റ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ദ ഹൊറിസോണ്ടൽ ബാർ അറ്റ് ദ ബോട്ടം ഓഫ് ദ സ്ക്രീൻ. ഒരു സ്ക്രീനിന്റെ ഏറ്റവും ബോട്ടത്തിൽ കാണപ്പെടുന്ന ഹൊറിസോണ്ടൽ ബാറിനെ പറയുന്ന പേരെന്താണ്? സ്ക്രോൾ ബാർ, മെനു ബാർ, ടാസ്ക് ബാർ ആൻഡ് ടൂൾ ബാർ. ഏതാണ്? സ്ക്രീനിന്റെ ഏറ്റവും ബോട്ടത്തിൽ കാണപ്പെടുന്ന ഏതാണ്? ടാസ്ക് ബാർ ആണ്. അടുത്തത്, ഫാദർ ഓഫ് വേൾഡ് വൈഡ് വെബ്, WWW വേൾഡ് വൈഡ് വെബിന്റെ ഫാദർ ആരാണ്? ടിം ബെർണേഴ്സ്-ലീ ആണ് വേൾഡ് വൈഡ് വെബിന്റെ ഫാദർ. അടുത്തത്, ഫുഡ് നോട്ട് കമാൻഡ് ഈസ് പ്രസന്റ് ഇൻ ഡാഷ് മെനു. ഫുഡ് നോട്ട് എവിടെയാണ് കാണപ്പെടുന്നത്? ഇൻസേർട്ടിലാണ് ഫുഡ് നോട്ട് കാണപ്പെടുന്നത്. അടുത്തത്, ഐക്കൺസ് ഇൻ ദ ഡെസ്ക്ടോപ്പ് കനോട്ട് ബി അറേഞ്ച്ഡ് ഇൻ ദ ഓർഡർ ഓഫ് ഡാഷ്. നമ്മുടെ ഡെസ്ക്ടോപ്പിൽ കാണപ്പെടുന്ന ഐക്കൺസ്, ഡെസ്ക്ടോപ്പിലുള്ള ചെറിയ ചെറിയ ഇമേജസിനെയാണ് എന്ത് പറയുന്നത്? ഐക്കൺസ് എന്ന് പറയുന്നത്. നമുക്ക് കാണാം, ഈ ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ കാണുന്ന ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐക്കൺസ് എന്ന് പറയുന്നത്. ഓരോ ആപ്ലിക്കേഷൻസിൻ്റെയൊക്കെ ചെറിയ ചെറിയ ഇമേജസിനെയാണ് എന്ത് പറയുന്നത്? ഐക്കൺ എന്ന് പറയുന്നത്. അപ്പോൾ ഡെസ്ക്ടോപ്പിലെ ഐക്കൺസിന് ഏത് രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നെയിം, സൈസ്, ആട്രിബ്യൂട്ട് ആൻഡ് ടൈപ്പ്. ഏത് രീതിയിലാണ്? ആട്രിബ്യൂട്ട് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അറേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. നെയിമും സൈസും ടൈപ്പും ഒക്കെ വെച്ചിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് വൺ ദാറ്റ് നോട്ട് ബിലോങ്സ് ടു ദ ബ്രൗസർ സോഫ്റ്റ്വെയർ. അത് ബ്രൗസർ സോഫ്റ്റ്വെയറിൽ വരാത്തത് ഏതാണ്? ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ആണോ, ഗൂഗിൾ ആണോ, ഒപ്പേറ ആണോ? ഏതാണ് ബ്രൗസർ സോഫ്റ്റ്വെയറിൽ? ഗൂഗിൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു സെർച്ച് എഞ്ചിനാണ്. ഇൻ്റർനെറ്റ് എക്സ്പ്ലോററും ഒപ്പേറയൊക്കെ എന്താണ്? വെബ് ബ്രൗസേഴ്സ് ആണ്. അടുത്തത്, ഇൻ എ വേർഡ് ഡോക്യുമെന്റ് പേജ് നമ്പർ ഈസ് ഇൻസേർട്ടഡ് ഇൻറ്റു. പേജ് നമ്പർ നമ്മൾ ഏത് വഴിയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്? മെയിൽ മെർജ് ആണോ, ലൈൻ സ്പേസിംഗ് ആണോ, ഹെഡർ ആൻഡ് ഫൂട്ടർ ആണോ? ഏത് വഴിയാണ്? ഹെഡർ ആൻഡ് ഫൂട്ടർ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പേജ് നമ്പർ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അടുത്തത്, ദ ടേം സൈൻ ഇൻ മീൻസ്. സൈൻ ഇൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിലീറ്റിംഗ് ഇമെയിൽ ഫ്രം മെയിൽ ബോക്സ്. മെയിൽ ബോക്സിൽ നിന്നും ഇമെയിൽസ് ഡിലീറ്റ് ചെയ്യുവാണോ? ലോഗിൻ ടു ആൻ എക്സിസ്റ്റിംഗ് ഇമെയിൽ അക്കൗണ്ട്. നമുക്ക് ഉള്ള ഒരു ഇമെയിൽ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുവാണോ? ക്രിയേറ്റ് എ ന്യൂ ഇമെയിൽ അക്കൗണ്ട്. പുതിയൊരു ഇമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണോ? കമ്പോസിങ് എ ന്യൂ ഇമെയിൽ അക്കൗണ്ട്. അതോ ഒരു പുതിയ ഇമെയിൽ അക്കൗണ്ട് കമ്പോസ് ചെയ്യുകയാണോ? ഇതിൽ ഏതാണ്? സൈൻ ഇൻ എന്ന് പറഞ്ഞാൽ ലോഗിൻ ടു ആൻ എക്സിസ്റ്റിംഗ് ഇമെയിൽ അക്കൗണ്ട്. നമുക്ക് ഉള്ള ഒരു ഇമെയിൽ അക്കൗണ്ടിലേക്ക് നമ്മൾ ലോഗിൻ ചെയ്യുന്നതിനെയാണ് സൈൻ ഇൻ എന്ന് പറയുന്നത്. ഇനി ക്രിയേറ്റ് എ ന്യൂ ഇമെയിൽ അക്കൗണ്ട്, പുതിയ ഇമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് എന്താണ് പറയുന്നത്? സൈൻ അപ്പ് എന്നാണ് പറയുന്നത്. അടുത്തത്, ടു ഫൈൻഡ് ദ സിനോണിം ഓഫ് എ വേർഡ് ഡാഷ് ഈസ് യൂസ്ഡ്. ഒരു വേർഡിൻ്റെ സിനോണിം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഏത് യൂസ് ചെയ്യുന്നു? തെഷേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അടുത്ത് നോക്കി, വാട്ട് ഈസ് ദ ഡീഫോൾട്ട് നമ്പർ ഓഫ് ലൈൻസ് ടു ഡ്രോപ്പ് ക്യാപ്പ്. ഒരു ഡ്രോപ്പ് ക്യാപ്പിൽ നമുക്ക് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുന്ന ഡീഫോൾട്ട് നമ്പർ ഓഫ് ലൈൻസ് എത്രയാണ്? 8, 3, 5, 1. ഏതാണ്? 3 ആണ് ഡീഫോൾട്ട് നമ്പർ. മാക്സിമം എന്ന് പറയുന്നത് 10 ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് പേജ് മാർജിൻ. പേജ് മാർജിനിൽ വരാത്തത് ഏതാണ്? ലെഫ്റ്റ്, റൈറ്റ്, ടോപ്പ്, സെൻറ്റർ. ഏതാണ്? സെൻറ്ററിൽ നമ്മൾ പേജ് മാർജിൻ കൊടുക്കത്തില്ലല്ലോ, അപ്പം സെൻറ്റർ ആണ് ആൻസർ. അടുത്തത്, ഷിഫ്റ്റ് കീ ഷുഡ് ബി ഡിപ്രസ്ഡ് ബൈ ദി ഡാഷ് ഓഫ് എയ്തർ ഹാൻഡ്. അപ്പം എന്താണ്? ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ഹാൻഡിൽ ഏത് ഫിംഗറാണ് യൂസ് ചെയ്യുന്നത്? ഇൻഡെക്സ് ഫിംഗർ ആണോ, സ്മോൾ ഫിംഗർ ആണോ, മിഡിൽ ഫിംഗർ ആണോ? ഏതാണ് ഷിഫ്റ്റ് കീ? നമ്മൾ സ്മോൾ ഫിംഗർ യൂസ് ചെയ്തിട്ടാണ് പ്രസ് ചെയ്യുന്നത്. അടുത്തത്, ഷോർട്ട് കട്ട് കീ ഫോർ അൺഡു ദ ലാസ്റ്റ് ആക്ഷൻ. ലാസ്റ്റ് ആക്ഷൻ അൺഡു ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ഏതാണ്? കൺട്രോൾ L ആണോ, കൺട്രോൾ Z ആണോ, കൺട്രോൾ V ആണോ, കൺട്രോൾ A ആണോ? ഏതാണ്? അൺഡുവിൻ്റെ ഷോർട്ട് കട്ട് കീ കൺട്രോൾ+Z ആണ്. അടുത്തത്, Alt+F10 ഹെൽപ്സ് ടു ഡാഷ് ദ പ്രോഗ്രാം വിൻഡോ. Alt+F10 എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? മിനിമൈസ് ആണോ, ക്വിറ്റ് ആണോ, മാക്സിമൈസ് ആണോ, റീസ്റ്റോർ ആണോ? ഏതാണ്? ഒരു വിൻഡോ മാക്സിമൈസ് ചെയ്യാനാണ് Alt+F10 ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്തത്, എ സിംഗിൾ സെല്ലിനെ ടേബിൾ ക്യാൻ ബി സ്പ്ലിറ്റഡ് ഇൻറ്റു. ഒരു സിംഗിൾ സെല്ലിനെ നമുക്ക് എന്ത് ചെയ്യാം? കോളമായിട്ടാണോ, റോ ആയിട്ടാണോ,
രണ്ടായിട്ടാണോ ഓൾ ഓഫ് ദി എബോ ആണോ, എങ്ങനെയൊക്കെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം, കോളമായിട്ടോ റോ ആയിട്ടോ രണ്ടായിട്ടോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആൻസർ ഓൾ ഓഫ് ദി എബോ ആണ്. അടുത്തത് ദ ഓപ്ഷൻ ടു അഡോപ്റ്റ് വെർട്ടിക്കലി അലൈൻ ദ കണ്ടന്റ് ഓഫ് എ ടേബിൾ സെൽ ആസ്, അതായത് ദ ഓപ്ഷൻ ടു അഡോപ്റ്റ് വെർട്ടിക്കലി അലൈൻ ദ കണ്ടന്റ് ഓഫ് എ ടേബിൾ സെൽ, ഒരു ടേബിൾ സെല്ലിലുള്ള കണ്ടന്റിനെ അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്, ടെക്സ്റ്റ് ഡയറക്ഷൻ ആണോ, ഡ്രോപ്പ് ക്യാപ്പ് ആണോ, ചേഞ്ച് കേസ് ആണോ, ഏതാണ്, ടേബിളിൽ സെല്ലിനകത്തുള്ള കണ്ടന്റിനെ അലൈൻ ചെയ്യാൻ വേണ്ടി ടെക്സ്റ്റ് ഡയറക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ഡാഷ് ഈസ് ഓൾസോ കോൾഡ് ആസ് വോളറ്റൈൽ മെമ്മറി, ഏതാണ് വോളറ്റൈൽ മെമ്മറി, റാം, റോം, സെക്കൻഡറി മെമ്മറി, നൺ ഓഫ് ദിസ്, ഏതാണ്, റാം ആണ് വോളറ്റൈൽ മെമ്മറി. എന്താന്ന് വെച്ചാൽ റാം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറിയാണ്, പവർ ഓഫ് ആയി കഴിഞ്ഞാൽ അതിനകത്തുള്ള ഡേറ്റ നഷ്ടമാകും, അതുകൊണ്ടാണ് വോളറ്റൈൽ എന്ന് പറയുന്നത്. അടുത്ത ഷോർട്ട് കട്ട് കീ ടു ക്രിയേറ്റ് എ ന്യൂ ഡോക്യുമെന്റ് ഇൻ വേർഡ്, ഒരു വേർഡിലൊരു പുതിയ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ഏതാണ്, Ctrl+N ആണ്. അടുത്തത് ടു സെറ്റ് ദി ഡോക്യുമെന്റ് മാർജിൻ, ഇൻഡന്റ് ആൻഡ് ടാബ്സ് ഡാഷ് ബാർ ഈസ് യൂസ്ഡ്. അപ്പോൾ നമ്മുടെ ഡോക്യുമെന്റ് മാർജിൻ, ഇൻഡന്റേഷൻ, ടാബ് ഇവയൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ബാറാണ് യൂസ് ചെയ്യുന്നത്, സ്റ്റാറ്റസ് ബാർ ആണോ, ടാസ്ക് ബാർ ആണോ, റൂളർ ആണോ, ടൈറ്റിൽ ആണോ, ഏതാണ് യൂസ് ചെയ്യുന്നത്, റൂളർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ റൂളർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഡന്റും ടാബും മാർജിനും ഒക്കെ സെറ്റ് ചെയ്യുന്നത്. അടുത്ത ഡാഷ് ഹെൽപ്സ് ടു റെഡ്യൂസ് ദ നമ്പർ ഓഫ് പേജസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് സഹായിക്കുന്നത്, ഓട്ടോ കറക്റ്റ് ആണോ, ഗ്രിഡ് ലൈൻസ് ആണോ, മെയിൽ മെർജ് ആണോ, ഷ്രിങ്ക് ടു ഫിറ്റ് ആണോ, ഏതാണ്, ഷ്രിങ്ക് ടു ഫിറ്റ്. ഒരു പേജിലൊക്കെ നമുക്കൊരു കണ്ടന്റ് അടുത്ത പേജിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ തന്നെ നിർത്തണമെങ്കിൽ ഏത് യൂസ് ചെയ്യാം, ഷ്രിങ്ക് ടു ഫിറ്റ് യൂസ് ചെയ്യാം. അടുത്തത് ടാബ് സ്റ്റോപ്പ് മൂവ്സ് ഡാഷ് സ്പേസ് ബൈ ഡീഫോൾട്ട് ആയിട്ട് ടാബ് സ്റ്റോപ്പ് എത്ര സ്പേസ് ആണ് മൂവ് ചെയ്യുന്നത്, 0.50 ഇഞ്ച് ആണ് മൂവ് ചെയ്യുന്നത്. അടുത്തത് ഹൗ മെനി ബേസിക് ടൈപ്സ് ഓഫ് ടാബ് സ്റ്റോപ്സ് ആർ ദെയർ, എത്ര ബേസിക് ടൈപ്പ് ടാബ് സ്റ്റോപ്സ് ഉണ്ട്, എത്ര എണ്ണമാണുള്ളത്, ടാബ് സ്റ്റോപ്പ് 5 എണ്ണമാണുള്ളത്. ഏതൊക്കെയാണ്, ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ, ഡെസിമൽ ആൻഡ് ബാർ, ഇതാണ് 5 ടാബ് സ്റ്റോപ്സ്. അടുത്തത് ഡാഷ് സബ്സ്റ്റിറ്റ്യൂട്ട് ന്യൂ ടെക്സ്റ്റ് ഫോർ ദ എക്സിസ്റ്റിംഗ്, പുതിയ ഒരു ടെക്സ്റ്റിന് പകരം മറ്റൊരു ടെക്സ്റ്റിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നതിന് എന്താ പറയുന്നത്, ഫൈൻഡ് ആണോ, റീപ്ലേസ് ആണോ, ഗോ ടു ആണോ, ലൊക്കേറ്റ് ആണോ, ഏതാണ്, റീപ്ലേസ് അല്ലേ, ഒരു ടെക്സ്റ്റിന് പകരം മറ്റൊരു ടെക്സ്റ്റിനെ ആഡ് ചെയ്യുക. ദ ഷോർട്ട് കട്ട് കീ ഫോർ ബിഗിനിങ് ഓഫ് എ ഡോക്യുമെന്റ്, ഒരു ഡോക്യുമെന്റിന്റെ ബിഗിനിങ്ങിൽ പോകാനുള്ള ഷോർട്ട് കട്ട് കീ ഏതാണ്, Ctrl+Home ആണ്, ഗോ ടു ദി ബിഗിനിങ് ഓഫ് എ ഡോക്യുമെന്റ്. ടു എംഫസൈസ് എ ലെറ്റർ യൂസ് ഡാഷ്, ഒരു ലെറ്റർ എംഫസൈസ് കാണിക്കണമെങ്കിൽ നമുക്ക് ഏത് യൂസ് ചെയ്യാം, ബോൾഡ് ആണോ, ഇറ്റാലിക് ആണോ, അണ്ടർലൈൻ ആണോ, ഏതാണ്, ഇത് എല്ലാം നമുക്ക് എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇല്ലേ. ഇപ്പോൾ ഒരുപാട് ടെക്സ്റ്റുകളുടെ കൂട്ടത്തിൽ നമുക്ക് ബോൾഡ് ആയിട്ടുള്ളതിനെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും, ഇനി ഇറ്റാലിക് ആണെങ്കിലും പറ്റും, അണ്ടർലൈൻ കൊടുത്താലും പറ്റും. ഇപ്പോൾ ഓൾ ഓഫ് ദ എബോവ് ആണ്. അടുത്തത് പ്രസിംഗ് Shift+Tab ഇൻ എ ടേബിൾ കോസസ് കഴ്സർ ടു, Shift+Tab കൊടുത്താൽ എന്ത് സംഭവിക്കും, മൂവിങ് ടു നെക്സ്റ്റ് സെല്ലാണോ, മൂവിങ് ടു ഫസ്റ്റ് സെല്ലിൻ്റെ കോളമാണോ, മൂവിങ് ടു പ്രിസീഡിങ് സെല്ലാണോ, മൂവിങ് ടു ദി ലാസ്റ്റ് സെല്ലിൻ്റെ കോളമാണോ, എങ്ങോട്ട് പോകും, Shift+Tab കൊടുത്താൽ അതിന് തൊട്ട് മുന്നേ ഉള്ള സെല്ലിലേക്കായിരിക്കും പോകുന്നത്, മൂവ് ടു പ്രിസീഡിങ് സെല്ല്. അടുത്തത് ടു സെലക്ട് ഫ്രം ദ ഇൻസർഷൻ പോയിന്റ് ടു ദ സെയിം പൊസിഷൻ ഇൻ ദ പ്രീവിയസ് ലൈൻ, to select from the insertion point to the same position in the previous line, ഇൻസർഷൻ പോയിന്റിൽ നിന്നും പ്രീവിയസ് ലൈനിലുള്ള സെയിം പൊസിഷൻ വരെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ് യൂസ് ചെയ്യുന്നത്, Shift+Down ആരോ ആണോ, Shift+Ctrl+Up ആരോ ആണോ, Shift+Up ആരോ ആണോ, Shift+Ctrl+Down ആരോ ആണോ, ഏതാ യൂസ് ചെയ്യുന്നത്, Shift+Up ആരോ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അടുത്തത് അസംബ്ലി ലാംഗ്വേജ് ഈസ് ഓൾസോ നോൺ ആസ്, അസംബ്ലി ലാംഗ്വേജ് പറയുന്ന മറ്റൊരു പേര് എന്താണ്, ലോ ലെവൽ ആണോ, ഹൈ ലെവൽ ആണോ, പ്രൊസീജിയർ ആണോ, സിംബോളിക് ആണോ. അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു ലോ ലെവൽ ലാംഗ്വേജ് ആണ്, മെഷീൻ ലാംഗ്വേജും അസംബ്ലി ലാംഗ്വേജുമാണ് ലോ ലെവൽ ലാംഗ്വേജസ്. അടുത്തത് ഇൻ വേഡ് മെയിലിംഗ് ലിസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ്, വേഡിനകത്ത് മെയിലിംഗ് ലിസ്റ്റിനെ പറയുന്ന പേരെന്താ, ഡേറ്റ സോഴ്സ്, ഷീറ്റ്, സോഴ്സ്, ഡേറ്റ ഷീറ്റ്, ഏതാണ്, ഡേറ്റ സോഴ്സ് ആണ്, മെയിലിംഗ് ലിസ്റ്റിനെ പറയുന്ന പേരെന്താണ്, ഡേറ്റ സോഴ്സ്. The dash can be programmed one time by either the manufacturer or the computer user. Once programmed it cannot be modified. അപ്പം എന്താണ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്, ഒരിക്കലേ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റത്തുള്ളൂ, പിന്നെ അതിനകത്തുള്ള ഡേറ്റ മോഡിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഇതിന് എന്താ പറയുന്നത്, റാം, റോം, PROM, EPROM, ഏതാണ്, PROM ആണ്. PROM എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറിയാണ്, ഒരിക്കൽ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഇറേസ് ചെയ്യാൻ പറ്റത്തില്ല. EPROM ആണെന്നെങ്കിൽ എന്താണ്, ഇറേസ് ചെയ്യാം ഇലക്ട്രിക്കൽ സിഗ്നൽസ് യൂസ് ചെയ്തിട്ട്, ഇറേസ് ചെയ്യാം UV ലൈറ്റ് യൂസ് ചെയ്തിട്ട്. ഈ EPROM ആണെങ്കിൽ ഇലക്ട്രിക്കലി നമുക്ക് എന്ത് ചെയ്യാം, ഇറേസ് ചെയ്യാം. അടുത്തത് ഇൻ ഡോസ് ദ ഫംഗ്ഷൻ ഫയൽ
ആൻഡ് റെക്കോർഡ് മാനേജ്മെൻറ്റ് ഈസ് ഡൺ ബൈ ഡോസ്, അതായത് ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഫംഗ്ഷൻ ഫയലും റെക്കോർഡ് മാനേജ്മെൻ്റ് ഒക്കെ ചെയ്യുന്നത് ആരാണ്? ഡോസ് ഷെല്ലാണോ, ബൂട്ട് സ്ട്രാപ്പ് ലോഡർ ആണോ, കമാൻഡ് പ്രോസസ്സർ ആണോ, ഡോസ് കേണലാണോ? ആരാണ് ചെയ്യുന്നത്? ഡോസ് കേണൽ വഴിയാണ്. അടുത്തത് അക്കോർഡിംഗ് ടു ദ സ്ട്രക്ചർ ഇൻ വിച്ച് ക്യാരക്ടേഴ്സ് ആർ റെപ്രസെൻറ്റഡ് ബൈ മീൻസ് ഓഫ് സീരീസ് ഓഫ് പാരലൽ ബാർ ഈസ് എന്താണ്? ന്യൂമറിക് ബാർ ആണോ, ബാർകോഡ് ആണോ, മെനു ബാർ ആണോ, നണ്ണാണോ? എ കോഡിംഗ് സ്ട്രക്ചർ എ കോഡിംഗ് സ്ട്രക്ചർ ഇൻ വിച്ച് ക്യാരക്ടേഴ്സ് ആർ റെപ്രസെൻറ്റഡ് ബൈ മീൻസ് ഓഫ് സീരീസ് ഓഫ് പാരലൽ ബാർസ്. ഇതൊരു കോഡിംഗ് സ്ട്രക്ചറാണ്. ഇതിനകത്ത് ക്യാരക്ടേഴ്സിനെ എല്ലാം റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു സീരീസ് ഓഫ് ലൈൻസ് വെച്ചിട്ടാണ്. അല്ല, ഇതിനെ എന്താ പറയുന്നത്? ബാർകോഡ് എന്നാണ് പറയുന്നത്. അടുത്തത് ടെംപ്ലേറ്റ് ഫയൽ എക്സ്റ്റൻഷൻ ഓഫ് MS Word 2010. വേഡ് 2010 ടെംപ്ലേറ്റ് ഫയലിൻ്റെ എക്സ്റ്റൻഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ .dotx ആണ് ടെംപ്ലേറ്റ് ഫയലിൻ്റെ എക്സ്റ്റൻഷൻ. ഇനി IBM 4381 ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. IBM 4381 ഏതിൻ്റെ എക്സാമ്പിൾ ആണ്? മിനി കമ്പ്യൂട്ടർ ആണോ, മൈക്രോ കമ്പ്യൂട്ടർ ആണോ, സൂപ്പർ കമ്പ്യൂട്ടർ ആണോ, മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ ആണോ? IBM 4381 എന്ന് പറയുന്നത് എന്താ? മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറിൻ്റെ എക്സാമ്പിൾ ആണ്. The word shortcut key used to see print preview of PowerPoint 2007. PowerPointൽ പ്രിന്റ് പ്രിവ്യൂ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ ഏതാണ്? Shift+F2 ആണോ, Ctrl+F2 ആണോ, Alt+F2 ആണോ, Shift+Ctrl+F2 ആണോ? ഏതാണ് യൂസ് ചെയ്യുന്നത്? Ctrl+F2 ആണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് വിച്ച് ഈസ് നോട്ട് എ നെറ്റ്വർക്ക്. നെറ്റ്വർക്ക് അല്ലാത്തത് ഏതാണ്? ഇൻട്രാനെറ്റ്, ഇൻ്റർനെറ്റ്, എക്സ്ട്രാനെറ്റ്, ടെൽനെറ്റ്. ഇതിൽ ഏതാണ് നെറ്റ്വർക്ക് അല്ലാത്തത്? ഏതാണ്? ടെൽനെറ്റ് ആണ്. ടെൽനെറ്റ് ടെലിഫോൺ നെറ്റ്വർക്ക്. അടുത്തത് നോക്കിയേ, ഡാഷ് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ് ടു റൺ മാക്രോ ഇൻ MS Excel. എക്സലില് മാക്രോ റൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ ഏതാണ്? Alt+F8 ആണ് മാക്രോയുടെ ഷോർട്ട് കട്ട് കീ. അടുത്തത് എനി സോഫ്റ്റ്വെയർ സ്റ്റോർഡ് ഇൻ റോം ഈസ് കോൾഡ് ആസ്. റോമിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയർസിനെ പറയുന്ന പേരെന്താണ്? സിസ്റ്റം സോഫ്റ്റ്വെയർ ആണോ, ഫേംവെയർ ആണോ, നൺ ഓഫ് ദീസ് ആണോ? ഏതാണ്? ഫേംവെയർ ആണ്. ഫേംവെയർ എന്ന് വെച്ചാൽ ഓർക്കണം, എന്താ? റോം ഒരു ചിപ്പിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമിനെയാണ് എന്ത് പറയുന്നത്? ഫേംവെയർ എന്ന് പറയുന്നത്. അടുത്തത് Ctrl+= കീ എഫക്റ്റ്. Ctrl+= എന്തിന്റെ ഷോർട്ട് കട്ട് കീ ആണ്? സബ്സ്ക്രിപ്റ്റിന്റെ ഷോർട്ട് കട്ട് കീ ആണ്. സൂപ്പർ സ്ക്രിപ്റ്റ് ആണെങ്കിലോ Ctrl+Shift= ആണ്. അടുത്തത് വിച്ച് ഫീച്ചർ ഹെൽപ്സ് ടു ഇൻസർട്ട് ദ കണ്ടന്റ് ഓഫ് ദ ക്ലിപ്പ് ബോർഡ് ആസ് ടെക്സ്റ്റ് വിത്തൗട്ട് എനി ഫോർമാറ്റിംഗ്. ഫോർമാറ്റിംഗ് ഒന്നും ഇല്ലാതെ ക്ലിപ്പ് ബോർഡിലെ കണ്ടന്റ്സിനെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്ഷൻ ഏതാണ്? ഫോർമാറ്റ് പെയിന്റർ ആണോ, സ്പെഷ്യൽ ആണോ, സ്റ്റൈൽസ് ആണോ, കോപ്പി ആണോ? ഏതാണ് യൂസ് ചെയ്യുന്നത്? പേസ്റ്റ് സ്പെഷ്യൽ ആണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ഹൂ ഗേവ് ദ ഡെഫിനിഷൻ ഓഫ് കമ്പ്യൂട്ടർ വൈറസ് ഫസ്റ്റ്. കമ്പ്യൂട്ടർ വൈറസിന് ആദ്യമായിട്ട് ഡെഫിനിഷൻ കൊടുത്തത് ആരാണ്? കൊഹൻ ആണോ, ബിൽഗേറ്റ്സ് ആണോ, ജെറി യങ് ആണോ, ഡേവിഡ് ഫിലോ ആണോ? ആരാണ്? ഫ്രെഡ് കൊഹൻ ആണ് ആദ്യമായിട്ട് കമ്പ്യൂട്ടർ വൈറസിന് ഡെഫിനിഷൻ കൊടുത്തത്. അടുത്തത് സിമ്പിൾ യൂസ്ഡ് ടു ഡിനേറ്റ് സെൽ റെഫറൻസ് ഈസ് കോൾഡ്. സെൽ റെഫറൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന സിമ്പിൾ ഏതാണ്? $sign ആണ് സെൽ റെഫറൻസിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്തത് എക്സ്പാൻഷൻ ഓഫ് FPI. FPIയുടെ എക്സ്പാൻഷൻ എന്താണ്? ഫോൺ പെർ ഇഞ്ച് ആണോ, ഫ്രെയിംസ് പെർ ഇഞ്ച് ആണോ, ഫയൽസ് പെർ ഇഞ്ച് ആണോ, ഫീൽഡ്സ് പെർ ഇഞ്ച് ആണോ? ഏതാണ്? ഫ്രെയിംസ് പെർ ഇഞ്ച് ആണ് FPI. അടുത്തത് ഇൻ വിച്ച് ഇയർ സിമ്പിൾ @ ഈസ് യൂസ്ഡ് ഇൻ ഇമെയിൽ. ഇമെയിലിൽ @ സിമ്പിൾ യൂസ് ചെയ്യാൻ തുടങ്ങിയത് എന്ന് മുതലാണ്? 1972 മുതലാണ്. അടുത്തത് വേൾഡ്സ് ലാർജസ്റ്റ് ഫോർമാറ്റിംഗ് യൂണിറ്റീസ്. വേൾഡിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഫോർമാറ്റിംഗ് യൂണിറ്റ് ഏതാണ്? പാരഗ്രാഫ് ആണോ, ലൈൻ ആണോ, പേജ് ആണോ, ക്യാരക്ടർ ആണോ? ഏതാണ്? പേജ് ആണ്. അടുത്തത് വിച്ച് കമ്പ്യൂട്ടർ വൈറസ് വിൽ നോട്ട് റീപ്രൊഡ്യൂസ് ബൈ ഇൻഫെക്റ്റിംഗ് അതർ ഫയൽസ് ഓർ ബൈ സെൽഫ് റെപ്ലിക്കേറ്റിംഗ്. അതായത് ഏത് കമ്പ്യൂട്ടർ വൈറസ് ആണ് എന്താ വിൽ നോട്ട് റീപ്രൊഡ്യൂസ് ബൈ ഇൻഫെക്റ്റിംഗ് അതർ ഫയൽസ്, മറ്റ് ഫയൽസിനെ ഇൻഫെക്റ്റ് ചെയ്തുകൊണ്ട് റീപ്രൊഡ്യൂസ് ചെയ്യാത്തത്. അതുപോലെ തന്നെ എന്താണ്? ഓർ ബൈ സെൽഫ് റെപ്ലിക്കേറ്റിംഗ്, അതായത് അതർ സെൽഫ് റെപ്ലിക്കേറ്റിംഗ് വഴിയോ അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് മറ്റ് ഫയൽസിനെ ഇൻഫെക്റ്റ് ചെയ്തുകൊണ്ടോ എന്താ റീപ്രൊഡ്യൂസ് ചെയ്യാത്ത വൈറസ് ഏതാണ്? ട്രോജൻ ആണോ, സ്പാം ആണോ, മാക്രോ ആണോ, വേം ആണോ? ഏതാണ്? ട്രോജൻ ആണ് ആൻസർ ആയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഈസ് ദ യൂണിറ്റ് ഓഫ് ഇന്റർനെറ്റ് ആക്സസിങ് സ്പീഡ്. ഇന്റർനെറ്റ് ആക്സസ് ചെയ്യേണ്ട സ്പീഡിന്റെ യൂണിറ്റ് ഏതാണ്? Mbps ആണോ, kbps ആണോ, MHz ആണോ, ബോത്ത് A and B ആണോ? ഏതാണ് ആൻസർ വരുന്നത്? ബോത്ത് A and B ആണ്, MBPSഉം kbpsഉം. അടുത്തത് എക്സൽ വിൽ ആഡ് എ ന്യൂ വർക്ക്ഷീറ്റ് ടു എ സെലക്റ്റഡ് വർക്ക്ഷീറ്റ് ടാബ്. ഇപ്പോൾ എക്സൽ ഒരു പുതിയ വർക്ക്ഷീറ്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള വർക്ക്ഷീറ്റുകളിൽ സെലക്ട് ചെയ്തിരിക്കുന്ന വർക്ക്ഷീറ്റിൻ്റെ എവിടെയായിട്ടാണ് പുതിയ വർക്ക്ഷീറ്റ് ആഡ്
ആഡ് ആകുന്നത്? ടോപ്പാണോ, മിഡിലാണോ, ലെഫ്റ്റ് ആണോ, റൈറ്റ് ആണോ, എവിടെയാണ്? ലെഫ്റ്റ് സൈഡിലായിട്ടാണ്. ഇപ്പം നമ്മുടെ ഈ ഭാഗത്താണ് ഇങ്ങനെ എന്തുണ്ട്, വർക്ക് ഷീറ്റ് ടാബ് ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. അപ്പം ആദ്യം ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 എന്ന ഷീറ്റ് കാണും. നമ്മൾ അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഏതെങ്കിലും ഷീറ്റ് 2 വെച്ചിട്ട് നമ്മൾ എന്താ ആഡ് ചെയ്യുവാണെങ്കിൽ, പുതിയ വർക്ക് ഷീറ്റ് ഇൻസേർട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലായിരിക്കും വരുന്നത്. അടുത്തത് വിച്ച് ഈസ് വാലിഡ്. ഇത് വാലിഡ് ആയിട്ടുള്ളത് 1 GB is equal to 1024 ബൈറ്റ് ആണോ? അല്ല. 1 MB is equal to 1024 ബൈറ്റ് ആണോ? 1 KB is equal to 1024 ബൈറ്റ് ആണോ? ഏതാണ്? 1 KB ആണ് 1024 ബൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 50 ക്വസ്റ്റ്യൻസ് നമ്മൾ എല്ലാത്തിൽ നിന്നും, അതായത് ഫണ്ടമെൻ്റൽസിൽ നിന്നും ബേസിക് ആയിട്ടുള്ള വേഡ്, എക്സൽ, പവർ പോയിന്റ്, അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽസ്, ഇതിൽ നിന്നെല്ലാം ഉള്ള ഒരു 50 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ക്ലാസ്സിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.